നമസ്കാരം. ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ ഉറക്കം എഴുന്നേറ്റു. അത് കഴിഞ്ഞ് കുറച്ച് നേരം പോയി പുറത്ത് നിന്നു. രാവിലെ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കിയതിന് ശേഷം, പുറത്തെന്താണെന്നൊക്കെ നോക്കിയതിന് ശേഷം അടുക്കളയിൽ വന്ന് ജീരകവെള്ളം, കുടിക്കാനുള്ള ജീരകവെള്ളം തിളപ്പിച്ചു. അത് കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ചമ്മന്തി കറിയാണ്, ദോശയും ചമ്മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യമേ ചമ്മന്തി കറി വെച്ചു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് മില്ലിൽ നിന്ന് ഞങ്ങൾ വാങ്ങുന്നതാണ് കേട്ടോ ഈ ദോശമാവ്. നല്ല മാവാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ദോശയും ചമ്മന്തിയുമായി. ചേട്ടന് കട്ടൻ ചായയാണ്, പാൽ ചായ കുടിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ചേട്ടന് വേണ്ടി കട്ടൻ ചായ വെച്ചു. അതെല്ലാം കഴിഞ്ഞ് ചേട്ടൻ ജോലിക്ക് പോയി. ചേട്ടനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞങ്ങളുടെ സ്വന്തം ഓട്ടോയാണത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി ചായ ഇട്ടു. അമ്മയും എനിക്കും മക്കൾക്കും പാൽ ചായയാണ്. അങ്ങനെ ചായ ഇട്ടതിന് ശേഷം കുറച്ച് ചെടികൾ ഞങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി ഞാൻ പുറത്ത് വെള്ളം ഒഴിക്കാനായിട്ട് പോയി. ഇവിടെ നല്ല വെയിലാണ്. അതുകൊണ്ട് ചെടികൾക്ക് വെള്ളം ഒഴിച്ചാലും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് വാടും. അത് കഴിഞ്ഞ് എല്ലാവർക്കും ദോശയും ചമ്മന്തിയും കൊടുത്തിട്ട് രാത്രി ഞാനാണ് കഴിക്കാറ്. ഞാൻ കഴിച്ചതിന് ശേഷം ഞാൻ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ വെള്ളം തിളച്ചു. ഇത് വെച്ചിട്ടാണ്, അരിക്കുള്ള വെള്ളം ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോയത്. പോയിട്ട് വന്നാൽ നല്ല വെട്ടി തിളച്ച് കിടക്കുകയായിരുന്നു വെള്ളം. അപ്പോൾ ഞാൻ അരി ഞാൻ അതിലോട്ടിട്ടു. ഞാൻ രാവിലെ കുറച്ച് തുണി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. വെയിൽ ഇന്നില്ല കേട്ടോ, അന്തരീക്ഷം വളരെ മോശമാണ്. എന്നാലും തുണി കൊണ്ട് മുകളിൽ വിരിച്ചു. അത് കഴിഞ്ഞ് വന്ന് കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ അരിഞ്ഞ് സാമ്പാറാക്കി. അതിന് കടുവറുത്തൊക്കെ ഒഴിച്ചു. എന്തെങ്കിലും ഒരു ഒഴിക്കാൻ ഇവിടെ വേണം. അതുകൊണ്ട് ഇന്ന് ഞാൻ സാമ്പാറായിക്കോട്ടെ എന്ന് കരുതി ഇന്ന് സാമ്പാർ വെച്ച് അതിന് കടുകെല്ലാം വറുത്തൊഴിച്ച്. കുറച്ച് മരച്ചീനി ചിക്കനും വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ കപ്പ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചിക്കൻ കറിയിൽ എല്ലാ ചേരുവകളും ഒക്കെ ചേർത്ത് നന്നായിട്ട് അടി പിടിക്കാത്ത രീതിയിൽ ഇളക്കി ഞാൻ സെറ്റാക്കിയതിന് ശേഷം അത് പതുക്കെ സിമ്മിലാക്കി മൂടി വെച്ചു. എന്നിട്ട് തൊട്ടിപ്പുറത്ത് അടുപ്പിൽ മിക്സ്ഡ് തോരൻ, ബീൻസും ക്യാരറ്റും എല്ലാം കൂടെ ഇട്ട് തോരൻ വെച്ചു. കുറച്ച് അധികം ജോലി അല്ലാതെ ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി. എന്നാലും വൃത്തിയായിട്ട് തന്നെ പെട്ടെന്ന് നല്ല രീതിയിൽ ഓടിച്ചൊന്ന് വീടെല്ലാം പെട്ടെന്ന് തൂത്ത്, വിളക്ക് കത്തിക്കാനുള്ള സമയമായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഓടിച്ച് വീടെല്ലാം ഒന്ന് തൂത്ത് കുളിച്ചിട്ട് വന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇനിയും കുറച്ച് ജോലികൾ രാത്രിത്തത് ബാക്കിയുണ്ട്. ഇനി വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം വീണ്ടും അടുക്കളയിലോട്ട് പോയി ചായ ഒരു സമയം കഴിഞ്ഞ് ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര തലവേദനയാണ് എനിക്കും അമ്മയ്ക്കും ഒക്കെ. അത് കഴിഞ്ഞ് ഇവിടെ കുറച്ച് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ചേമ്പിരിക്കുന്നുണ്ട്, അതും പുഴുങ്ങി അതിനുള്ള ഒരു സൈഡ് ഡിഷായിട്ട് പച്ചമുളകും ഉള്ളിയും എണ്ണയും ഉപ്പും ഇട്ടൊരു ചമ്മന്തിയും കൂടെ ആക്കി അത് കഴിച്ചു. അത് കഴിഞ്ഞ് എല്ലാവർക്കും രാത്രി അത്താഴം വിളമ്പി കൊടുത്തതിന് ശേഷം ഉറങ്ങുകയാണ്. ഗുഡ് നൈറ്റ്.